ഇതേ ഇങ്ങോട്ട് നോക്ക്. പുറകിൽ ഒരാൾക്ക് സൗകര്യമായി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. വേഗം എത്തുകയും ചെയ്യാം. മിസ്റ്റർ, എന്തിനാ എന്റെ പുറകെ എങ്ങനെ ചുറ്റുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? ഇല്ലല്ലോ. അത് സീതയെ കണ്ട അന്ന് തന്നെ ഞാൻ ഉപേക്ഷിച്ചു. ഇവിടെ എത്തിയോ? പിന്നെ എത്താതെ. സീത എവിടെ പോകുന്നോ അവിടെ ഞാനും ഉണ്ടാവും. തോറ്റില്ല ദൈവമേ. നല്ല ചിത്രം അല്ലേ സീത? എനിക്കറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ പറ്റിയ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? ഞാൻ പാവല്ലേ? ഒന്ന് പോണം മിസ്റ്റർ. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും സീതേ, ആശ തീരും. മിസ്റ്റർ, നിങ്ങൾക്ക് ഇത്ര നാണമില്ലാതായല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീതയെ കണ്ട നാൾ മുതൽ ഞാനത് ഉപേക്ഷിച്ചെന്ന്. സീതേ, ഒരു ലവ് ഡ്യുവറ്റ് പാടാനുള്ള മൂഡ് വന്നു. എന്താ ചെയ്യുക? ഒന്ന് ശേഖരിച്ചൂടെ? നമുക്കൊന്ന് കാച്ചുകളയാ. മുട്ടുവിൻ തുറക്കപ്പെടുന്ന ദൈവജനം. ഞാൻ എത്ര കാലമായി കിടന്ന് മുട്ടുന്നു. തുറന്നില്ലെങ്കിലും സ്നേഹത്തിൽ ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചൂടെ മാഡം? കൂപ്പണുണ്ട്, എന്റെ കയ്യിൽ കൂപ്പണുണ്ട്. I'm Harrison, madam. ഞാൻ വായിച്ചതാ. നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നു സീത എന്ന് വരുമെന്ന്. ചിറ്റമ്മയ്ക്ക് സുഖമല്ലേ? പരമസുഖം. അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. എന്നാ എനിക്ക് സുഖമാണോ എന്ന് ഒരു വാക്ക് ചോദിച്ചോ? അത് പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത്? ഹരിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ സുഖമാണെന്ന്? ഹരി എവിടേക്കാ? ഓ, വെറുതെ ക്ലബ് വരെ പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പോണമെന്നില്ല. ഒരു തരൂ, ബാഗ് ഞാൻ പിടിച്ചോളാം. നോ താങ്ക്സ്. ഏത് ബസ്സിനാണ് ഈ വരുന്നെന്ന് അറിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരണമെന്ന് സംശയിച്ചു. ബാങ്കിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി വരികയായിരുന്നു. വാ, കയറ്. ഹരി വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. ഇതായിരുന്നു നന്ദു. നീ എന്താടാ ഇവിടെ? ഹരി, ആ പെങ്കൊച്ചെന്തിനാ അയാളുടെ കാറി കയറി പോയത്? ആര്, സീതയോ? അത് പിന്നെ സേതു വേട്ടം വന്ന് വിളിച്ചാൽ സീതയ്ക്ക് പോകാതിരിക്കാൻ ഒക്കുമോ? അയാൾ സീതയാരാ? സീതയുടെ ചേച്ചിയുടെ ഭർത്താവ്. ആഹാ, അത് ശരി. നീ എന്താടാ ഒരു മുന്നറിയിപ്പും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഏയ്, ഒന്നുമില്ല. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ.
പിന്നെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ സർവേ നടക്കുകയാണ്. എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. സി ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി നൗ. മനസ്സിലായി. എന്ത്? അല്ല, ഈ ഏരിയ നിനക്ക് അലോട്ട് ചെയ്താണോ? അല്ലെ, ഒന്നുമില്ലെങ്കിലും 4-5 കൊല്ലം നിന്റെ കൂടെ കോളേജിലും ഹോസ്റ്റലും ഒരുമിച്ച് കഴിഞ്ഞല്ലേ, പാല് വെക്കും പറഞ്ഞൂടെ? ദേ, നിന്റെ അടുത്ത് എന്തിനാ വിളിക്കുന്നത്? ഞാൻ ആ സീതയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ വരട്ടെ. അപ്പൊ സംഭവം വേണല്ലേ? നീ മുഴുവനും കേക്ക്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ആവുമ്പം നിന്റെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. നീ എങ്ങനെയെങ്കിലും അവളോട് അല്ലെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞ് ഒരു ലൈൻ ഒന്ന് ഇണക്കി തരണം. എന്നാലും നന്ദു, കോളേജിലും ഹോസ്റ്റലിലും വെച്ച് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിന് പ്രത്യുപകാരമായിട്ട് നീ എന്നെ കൊണ്ട് ഈ മാമാപ്പണി ചെയ്യിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. ഇവിടെ ചക്കര, ഞാൻ നിന്നോടല്ലാതെ ആരുടെ പറയാ? ഏതായാലും നീ വാ, നമുക്കൊരാരൊക്കെ നോക്കിക്കളെ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് അറിയണമല്ലോ. ഇതൊന്ന് പിടിച്ചേ. വന്നു. നമ്മുടെ തന്നെ ആണോ? ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ? അല്ല, എനിക്കാണെങ്കിൽ 5-6 ദിവസം ഡ്യൂട്ടി ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസവും പോയിട്ട് വരിക പറഞ്ഞാൽ. എന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? മോനൊരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ? ഇത് മോന്റെ വീട് പോലല്ലേ? അതെ, എന്നാലും അമ്മ, അത് അമ്മയ്ക്ക് ഒരു അസൗകര്യാവില്ലേ? എന്താ അസൗകര്യമെന്നാ? ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള്? ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കുറെ നാൾ താമസിച്ചതല്ലേ. വേറെ എങ്ങും പോകണ്ട. ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങനെ ബന്ധമാണെങ്കിൽ എങ്ങനെയാവാം, അല്ലേടാ ഹരി? എടാ, പട്ടി ഉണ്ടാവോടാ? വാടേ. ധൈര്യമായിട്ട് വാടേ. ഇതെന്റെ സ്വന്തം വീട് പോലെയാ. എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാണ്. കൂടെ വാ. അയ്യോ, ഒന്നുമില്ല. ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ. ഹലോ. ഹലോ. വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും? വെറുതെ ചുമ്മാ സേതുവേട്ടനെയൊക്കെ വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതെ. അതിന് അവരാരും ഇവിടെ ഇല്ലല്ലോ. ഓഹോ, അത് ശരി. അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ പിന്നെ ഞങ്ങള് സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ശരി. എന്താ ഹരി, വന്നിട്ട് ഉടനെ മടക്കമായോ? വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ, അപ്പൊ പിന്നെ പോയേക്കാന്ന് കരുതി. സേതുവേട്ടാ, ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്, മിസ്റ്റർ നന്ദകുമാർ. ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. സേതുവേട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് എഴുതി കൊണ്ടുവന്നതാ. ഹലോ, വെരി നൈസ് ഓഫ് യു ടു ഹാവ് കം. ഇറ്റ്സ് മൈ പ്ലഷർ. നമുക്ക് ആദ്യം സംസാരിക്കാം. ഞാനൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ഉടനെ വരാം. ശരി. കണ്ടോ, ഇതാണ് എനിക്ക് ഇവിടെ ഉള്ള ഒരു ഹോൾഡ് എന്ന് പറയുന്നത്. കണ്ടു. നേരത്തെ നാക്കിറങ്ങി താഴത്ത് ഇറങ്ങി പോകാൻ നേരത്ത്. എടാ, അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അയാളൊരു ചൂട മൂപ്പില്ല. വേറെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. നീ വെയിറ്റ് ചെയ്യേ. കേട്ടോ സേതുവേട്ടാ, നമ്മുടെ നന്ദു പറയായിരുന്നു, വീടായ ഇങ്ങനെ ഇരിക്കണം, സോ സിമ്പിൾ ബട്ട് ഡിഗ്നിഫൈഡ്. അതെ അതെ, അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. മിസ്റ്റർ നന്ദകുമാർ, ഇവിടെ ഞാൻ കമ്പനിയുടെ ഒരു സർവേക്ക് വേണ്ടി ഡെപ്യൂട്ടേഷൻ വന്നാണ്. 5-6 ദിവസം ഉണ്ടാവും. ഭയങ്കര തിരക്കാണ്. ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ടാ ഒന്ന് കയറിയിട്ട് പോകാൻ സമ്മതിച്ചത്. സേതുട്ടാ, കാപ്പി കുടിക്കണ്ടേ? ബാങ്കിൽ പോകാനുള്ളതല്ലേ? ഹരിയും മിസ്റ്റർ നന്ദകുമാറും വരും, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ, അത് വേണ്ട. കാപ്പി കുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല. നന്ദുവിനാണെങ്കിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി. ഒരു ഹോളിഡേ നോക്കി ഫ്രീ ആയിട്ട് ഇറങ്ങും, നമുക്ക് സംസാരിച്ചിരിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദുവും വളരെ ബിസി ആണല്ലോ. ഓക്കെ, ചെയ്യും. പറ്റേ കോട്ടെ ചേച്ചി. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ കൂട്ടി വിളിച്ച് എന്നെ വേണം തല്ലാൻ. അതിനെന്ത് പറ്റി? ഞാൻ വിളിച്ചോണ്ട് വേണ്ട നിന്നെ അവരകത്ത് കയറ്റിയിരുത്തി. ഈ അകത്ത് വിളിച്ച് കയറ്റി എന്നിട്ട് എന്തോന്നിനാ അയാളെ മെമ്പർന്നേരം കാണാനോ? അതിപ്പോ നിന്റെ മനസ്സിരിപ്പോ അങ്ങനെ ഞാൻ അറിയുന്നത്. എടാ, നമ്മൾ എന്തിനാ അവിടെ പോയത്? സീതയെ കാണാൻ.
പരിചയപ്പെടാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. അതിന് അവൾ അകത്ത് കയറുന്നത് ഞാൻ എന്തോ ചെയ്യാനാ? എടാ അതിനല്ലേടാ നമുക്ക് ദൈവം നല്ലൊരു വഴി കാണിച്ചു തന്നത്. എന്ത് വഴി? എടാ അവരെ നമ്മളെ കാപ്പിടിക്കാൻ വിളിച്ചല്ലേ? ആരുടെ അവൻ? ആദ്യമായിട്ടൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അവര് നമ്മളെ കാപ്പ് കുടിക്കാൻ വിളിച്ചെന്ന് കരുതി. ഛേ, നമുക്കൊരു സ്റ്റാറ്റസ് ഒക്കെ വേണ്ട. തേങ്ങാ കൊല 5-6 ദിവസത്തെ ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണെന്ന് നുണയും പറഞ്ഞ് ഞാനിവിടെ കൂടിയിരിക്കാൻ സ്റ്റാറ്റസ് നോക്കാല്ലേ? എടാ അവർ കാപ്പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്ര വേണം നുള്ളി തോണ്ടി? കൊശവന് വല്ലതും മനസ്സിലായിട്ട് വേണ്ടേ? എടാ കാപ്പ് കുടിക്കാതിരിക്കുമ്പോ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഇടയ്ക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തരാനെങ്കിലും സീത വരും. ഫോർമാലിറ്റിക്ക് വേണ്ടി 1-2 വാക്കെങ്കിലും പറയും. അറ്റ്ലീസ്റ്റ് ഒരു ബേസ് എങ്കിലും ഇട്ട് വെക്കായിരുന്നു. ചൊക്കൻ മുഴുവൻ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ. സമാധാനമല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അളിയ, ഈ വക കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലെന്ന്. ആദ്യമൊക്കെ ആവുമ്പോ അല്ലറ ചില്ലറ മിസ്റ്റേക്സ് ഒക്കെ വരും. നീ അങ്ങ് ക്ഷമിക്കും. ശരി, ആദ്യം അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി കാപ്പിടിക്കാൻ വിളിക്കട്ടെ. ഞാൻ ഏറ്റു. കേട്ടല്ലോ? വാ വാ. എക്സ്ക്യൂസ് മീ, ഹരി ഇവിടെ ഉണ്ടോ? ഹരി നിങ്ങളും കൂടെ അല്ലേ വീട്ടിലേക്ക് പോയത്? അതെ, വാസ്തവം. ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടെന്ന് കരുതി അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. മിസ്റ്റർ, Yes? നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? പിന്നെ കമ്പനി നല്ല ഫസ്റ്റ് ക്ലാസ് ജോലിയുണ്ട്. 10,000-2,000 രൂപ ശമ്പളവും കിട്ടും. നാണമില്ലാതെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത്? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് അത് നിർത്താറായില്ലേ? ആ, ഇത്രയും നാളായിട്ടും ഞാൻ ഈ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും എന്നെ മൈൻഡ് ചെയ്യാതുള്ള സീതയുടെ ഈ സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. സത്യം. ഓരോ തവണ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴും സീത എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ദ മോർ ഐ ലൈക്ക് യു. നിരസിക്കും തോറും എനിക്ക് ഇഷ്ടം കൂടുക. സത്യം പറഞ്ഞ എനിക്ക് സീതയെ കല്യാണം കഴിക്കണമെന്ന് വരെ ആഗ്രഹമുണ്ട്. വെറുതെ തോന്നിയാസം പറഞ്ഞത് കണ്ടോ, ഇപ്പൊ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു സീത ചോദിച്ചു. ഇതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇത് കേട്ട ഉടനെ നാണിച്ച് തലതാഴ്ത്തി അച്ഛനോട് ചോദിക്കൂ എന്ന് പറയുന്ന അലവലാദികൾ ആർക്ക് വേണം? എതിർക്കൂ. അതാണ് എനിക്ക് സന്തോഷം. ഐ റിയലി മീൻ ഇറ്റ് സീത. എനിക്ക് സീത ഇഷ്ടമാണ്. ഐ ലവ് യു. ഈ നന്ദു ഉണ്ടല്ലോ, അവനൊരു പെക്യൂലിയർ ടൈപ്പാണ്. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് അടുക്കത്തില്ല. അടുത്താലോ ഭയങ്കര അറ്റാച്ച്മെന്റും ആയിരിക്കും. ധാരാളം സ്വത്തും പ്രതാപവും ഒക്കെ ഉള്ള തറവാട്ടി ജനിച്ചതല്ലേ, അതിന്റെ ഒരു ഗുണം കാണാതിരിക്കോ? സ്വഭാവം എന്ന് പറഞ്ഞാലോ മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇങ്ങനെ ഒരാളിനെ. സിഗരറ്റ് വലിക്കില്ല, സ്മാൾ അടിക്കില്ല, എന്തിന് യാതൊരുവിധ ചീത്ത സ്വഭാവങ്ങളും ഇല്ല. നന്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നോണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഹരി, ഈ പുതിയ പണി എപ്പോഴാ തുടങ്ങിയത്? ഏത്? അല്ല, കൂട്ടുകാരന് വേണ്ടി ഇപ്പൊ നടത്തുന്ന ഈ പണിയുണ്ടല്ലോ, അത് എപ്പോഴാ തുടങ്ങിയതെന്ന്. എടാ ചക്കരേ, നിന്റെ ഒരു ഐശ്വര്യം ഞാൻ ആലോചിക്കായിരുന്നു. നീ 1 മണിക്കൂർ മാറി നിന്നു, അതിന്റെ ഐശ്വര്യം എനിക്കുണ്ടായി. ഞാൻ സീതയെ കണ്ടു, എനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമാണെന്നുള്ള മാറ്റർ സ്റ്റൈലായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു. ഞാനിപ്പോ അതിനുള്ളതും കൂടെ അനുഭവിച്ചാ പോരുന്നത്. ഞാൻ എന്നാ ഈ മാമാപ്പണി തുടങ്ങിയെന്ന് അവളെന്റെ മുഖത്ത് നോക്കി ചോദിച്ചടേ. ആ, ഞാനങ്ങ് ഉരുകി വല്ലാണ്ടായി. എനിക്ക് അപ്പോഴേ തോന്നി നീ വല്ല തോന്നിയാസവും കാണിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീത എന്റെ മുഖത്ത് അങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഹരി പറയായിരുന്നു, അമ്മയ്ക്ക് ഈന്തപ്പഴം എന്ന് വെച്ചാൽ ജീവനാന്ന്. അപ്പൊ ഞാനിന്ന് ടൗണിൽ പോയപ്പം കുറച്ച് വാങ്ങിച്ചേ. നല്ല സ്റ്റൈല സാധന. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ സാധിച്ചു തരാം.
കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ ഈയിടെ ഒരു കുട്ടിയെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അവരോട് അവതരിപ്പിച്ചാൽ മാത്രം പോരാ, കല്യാണം നടത്തി തരണം. കുട്ടി ഏതാണെന്ന് പറ. സീത. നമ്മുടെ സീതയോ? ഇക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇതിനാണോ ഇത്രയും വിളക്ക് കിട്ടിയത്? നല്ല കാര്യമാ കുഞ്ഞ്, നല്ല കുടുംബം. ആ കുഞ്ഞാണ് എനിക്ക് എന്റെ മോളെ പോലെയാ. പിന്നെ കുഞ്ഞിന്റെ കുടുംബം ഒട്ടും മോശമല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ചേരും. നീ ഇതെവിടെയായിരുന്നു? അമ്മേ, ഞാൻ ക്ലബ്ബ് വരെ പോയിരുന്നു. എടാ, നീ വരാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചുമ്മാ. ഇല്ല, ഞാൻ വേറൊരു വഴിക്ക് പോയി. എടാ ഹരി, നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ മോള് സീതയില്ലേ, അവളെ നന്ദുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല ബന്ധമായിരിക്കും. നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്കേ, ഞാൻ ചോറ് കൊണ്ടുവാ. നന്ദു, നീ ആള് കൊള്ളാമല്ലോടാ. എടാ, അതാണടാ ആണുങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. നിന്നെ ഏൽപ്പിച്ചൊരു ജോലിക്ക് നിനക്ക് കാര്യപ്രാപ്തി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ പിരിച്ചുവിട്ടു. പകരം കാര്യപ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. നിന്നെ സമ്മതിക്കണം. വാ മക്കളെ, ഊണ് കഴിക്കാം. എനിക്കിപ്പോ ഊണ് വേണ്ട. ആ, യവന് വേണ്ടി പെണ്ണാലോചിക്കാൻ അമ്മയ്ക്ക് സമയമുണ്ട്. ഇവിടെ ഒരുത്തം പെര ഇറങ്ങി നിന്നിട്ട് അമ്മയ്ക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ. അയ്യാ, പെണ്ണാലോചിക്കാത്ത കുറ്റമേ ഉള്ളൂ. കാശിന് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോടാ? പെണ്ണാലോചിക്കണം പോലും. പിന്നെ ലോകത്ത് വരുമാനം ഇല്ലാത്തവനൊക്കെ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കല്ലേ? നീ പോണാണ്. ഞാൻ പോണം. ഹരി, കുഞ്ഞെ, നീ വന്ന് ഊണ് കഴിക്കേ. അവൻ പോന്നെങ്കിൽ പോട്ടെ. അമ്മ, എനിക്ക് ചോറില്ലേ? നിനക്ക് വേണമെങ്കിൽ വന്നുണ്ണ്. വേണേ വന്നോളൂ. എനിക്ക് വേണ്ട. വേണ്ടേ വേണ്ട. അമ്മ, മോരുണ്ടോ? ഇല്ല. ഇല്ല.